അങ്ങനെ നമ്മുടെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേന് ഒരുപാട് എൻക്വയറി വന്നു ഈ കറങ്ങി ചായ അടിക്കുന്ന ആളിനെ പറ്റിയിട്ട്. പുള്ളിക്കാരൻ്റെ പേരെന്താ എന്നൊക്കെ ചോദിച്ചോണ്ട്. അപ്പോൾ എന്തായിരുന്നു പേരെന്തായിരുന്നു? എൻ്റെ പേര് വിനോദ്. എവിടെയാണ് സ്ഥലം? സ്ഥലം വർക്കല. അപ്പോൾ ഈ ചായ ഒരുപാട് കിടന്ന് കറങ്ങി കേട്ടോ. ഈ വട്ടം കറങ്ങിയുള്ള ചായക്ക് 4 ലക്ഷം വ്യൂസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് എൻക്വയറി വന്നു ഈ വട്ടം കറങ്ങി ചായ അടിക്കുന്ന ആളിനെ പറ്റിയിട്ട്. ഇതാ കണ്ടോ, ഇപ്പോൾ അടുത്ത് അതിനെ തേടിയാണ് നമ്മൾ വന്നത്. ഇപ്പോൾ ചായയടി, കറങ്ങിയുള്ള ചായയടി ഇപ്പോൾ കണ്ടോണ്ട് നിന്നോ. ഈ വിനോദിനിപ്പോൾ ആരാധകരേറെയാണ്. ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോൾ ഈ പുള്ളിക്കാരൻ ചായ അടിക്കുന്നത് കണ്ടു ഒരു റീൽ ഇട്ടതേ ഉള്ളൂ. അതങ്ങ് വൈറലായി. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി പുള്ളിയുടെ പേരെന്താ, നാടെവിടെയാ. ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു കല്യാണത്തിന് ഞങ്ങൾ കണ്ടുമുട്ടി. ഈ ചായക്ക് പറയുന്നത് മീറ്റർ ചായ എന്നാണ്. ചായയടി ഇതാ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കൊണ്ട് കാട്ടുനട ഈവൻസിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വട്ടം കറങ്ങി ചായയാണ്. ചായ 2-3 പേരിൽ അറിയപ്പെടും. ഒന്ന് മീറ്റർ ചായ എന്നും അറിയപ്പെടും. അത് കോഴിക്കോട് സൈഡിൽ പോയി. ഇത് കേരളത്തിൽ ചുരുക്കമായിട്ട് 2-3 പേരെ ഈ മീറ്റർ ചായ എടുക്കുന്നുള്ളൂ. അത് നിങ്ങൾ നോക്കണം. ഈവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരു ടീമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇന്ന് കല്യാണത്തിന് വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പം നിങ്ങളിലേക്ക് എടുത്ത് ഇടണമെന്ന് തോന്നി. അപ്പം ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു ആർച്ച് തന്നെ അവർ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുക. വാ നമുക്ക് നോക്കാം. ഇവരുടെ ഫ്രണ്ടേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട് ആർച്ചൊക്കെ ഉണ്ട്, ഭയങ്കര ലുക്കാണ് കേട്ടോ. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്തിട്ട് വരുമ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈവന്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ ആയിരിക്കണം. വെറുതെ ഒരു കല്യാണത്തിന് വന്നിട്ട് പോകുന്നത് പോലെ ആകരുത്. ഇവിടെ വന്ന് കുറച്ചു നേരം എൻജോയ് ചെയ്തു ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാൻ തോന്നും. അത്രയ്ക്ക് കിടിലൻ ഡെക്കറേഷനാണ് ഈ കാട്ടുനട ഇവന്റിൻ്റെത്. ഈ ഒരു ചെറിയ ഓഡിറ്റോറിയത്തിലാണ് വളരെ പരിമിതമായ സ്ഥലത്ത് റോയൽ ലുക്കിലുള്ള സ്റ്റേജും വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള ചെയറും ആരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ഡെക്കറേഷൻസ്. എല്ലാ കാര്യത്തിലും അവർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ സർവീസ് ആണ് കേട്ടോ. ഇനി ഈ ഫുഡ് കഴിക്കുന്ന ഏരിയ ഒന്ന് നോക്കിക്കേ. ഈ ചെറിയ സ്പേസിൽ പോലും എല്ലാവർക്കും വന്നു പോകാൻ കഴിയുന്ന രീതിയിൽ വളരെ കംഫോർട്ടായിട്ടാണ് ബോഫെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ എവിടെയായാലും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ ഡിഷസ് എന്ന് പറയുമ്പോൾ എടുത്തു പറയാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. 5 സ്റ്റാർ ഫുഡുകളെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഫുഡിന്റെ മെനു. ഇനി ഒരു കല്യാണത്തിനുള്ള സദ്യ ആകട്ടെ അതായാലും ഇവർ പ്രിപ്പയർ ചെയ്യും കേട്ടോ. ഈ കാണുന്ന ഐറ്റംസ് എല്ലാം അവരുടേതായ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ ടേസ്റ്റിലാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഹൈലൈറ്റ് ആണ് ഈ മന്തി. ഇനി വെജ് ആയാലും നോൺ വെജ് ആയാലും എല്ലാത്തിലും വെറൈറ്റി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവരുടെ ഡിഷുകൾ. സത്യം പറയാലോ, കഴിച്ചിട്ടാരും കുറ്റം പറയില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത്രയ്ക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാറ്ററിംഗ് സർവീസാണ് ഈ കാട്ടുനട ഈവൻറ്റ്സ്. അതുപോലെ തന്നെയാണ് അപ്പം, പൊറോട്ട, ചപ്പാത്തി, പുട്ട് ഇതൊക്കെ ചൂടോട് തന്നെയാണ് ഇവർ സെർവ് ചെയ്യുന്നത് കേട്ടോ. ലൈവ് അപ്പമൊക്കെ ആ സ്പോട്ടിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കാട്ടുനട ഈവന്റ് മാനേജ്മെന്റിന്റെ നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിലെ എവിടെയായാലും ഇവർ വന്ന് ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന ഏരിയയിലും സീറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം എല്ലാവർക്കും നടന്നു പോകത്തക്ക രീതിയിൽ വളരെ നീറ്റായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതിനൊക്കെ ഒരുപാട് കാശാകത്തില്ലേ എന്ന്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് അവർ എത്രത്തോളം ഭംഗിയാക്കാൻ സാധിക്കൂ അതേ രീതിയിൽ അവർ ഒരു കല്യാണം നടത്തി തരും. എപ്പോൾ കഴിച്ച് തീർത്തിട്ട് പോകുന്ന ഒരു പിടിയില്ല. അത് ആൾക്കാരെല്ലാം എത്തി. മന്തി സ്പെഷ്യൽ ഇവരുടെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു മന്തിയൊക്കെ കഴിച്ചിട്ട് വരാം. ഫുഡ് എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കഴിച്ചിട്ടാരും കുറ്റം പറയില്ല എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. നമ്മുടെ അഭിപ്രായം മാത്രം അറിഞ്ഞാൽ പോരല്ലോ, മറ്റുള്ളവരുടെ പ്രതികരണം കൂടെ അറിയണ്ടേ. അപ്പം നമുക്ക് ഈ കഴിക്കുന്നവരോട് നമുക്ക് ചോദിക്കണ്ടേ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചോദിക്കാം. ആരോടെങ്കിലും ചോദിക്കാം. നമ്മുടെ കാട്ടുനട ഇവൻസിന്റെ ഫുഡ് എങ്ങനെ ഉണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മച്ചി ഫുഡ് എങ്ങനെ ഉണ്ട്? സൂപ്പർ ആയിരിക്കും. അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ അവരുടെ ഫുഡ് കണ്ടോ, ഒരു മനുഷ്യൻ പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. നല്ല അടിപൊളി ഫുഡാണ്. ആർക്കും ഇഷ്ടപ്പെട്ടു പോകും. ഒന്ന് നിൽക്കണേ, പെട്ടെന്ന് കഴിക്കാൻ പോവാം. സമയമുണ്ട്, സമാധാനം തരാം. അപ്പം ഈ ഫുഡ് എങ്ങനെ ഉണ്ട് നമ്മുടെ ഈ കാട്ടുനട ഈവൻസിന്റെ? ഒരു രക്ഷയില്ല. തൊണ്ടയിൽ ഒരു സാധനം ഇരിക്കണം, ഒന്നും പറയാൻ വയ്യ. കഴിച്ചോണ്ടിരിക്കണം, സൗണ്ട് വെളി വന്നിട്ടില്ല. അപ്പൊ ഫുഡെല്ലാം അടിപൊളിയാന്ന് പുള്ളി പറയുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ കാട്ടുനട ഈവൻസിന്റെ മാനേജറായിട്ടുള്ള സുശാന്ത്. അപ്പം സുശാന്തിനോട് ചോദിക്കും എന്തൊക്കെ സർവീസാണ് നിങ്ങൾക്ക് ഉള്ളത്? നമുക്കിപ്പോൾ ഏറ്റവും എല്ലാം കല്യാണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പന്തലാണെങ്കിലും ഇതേപോലത്തെ ടെന്റ് ആണെങ്കിലും അറേഞ്ച്മെന്റ്സ് എല്ലാം അറേഞ്ച്മെന്റ്സ്. പെണ്ണിനും ചെറുക്കനെയും കിട്ടിയാൽ മതി, കല്യാണം നടത്തി കൊടുക്കുക. ആ ഒരു സെറ്റപ്പിലാണ്. അപ്പം ഈ ഫുഡിന്റെ കാര്യത്തിലായാലും ലോ ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റ് അങ്ങനെയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ചെയ്യും, പിന്നെ മിഡ് പ്രീമിയം ആയിട്ടും പ്രീമിയം ലെവല്. നിങ്ങളുടെ ഏരിയ എത്ര വരെ കവർ ആവും? ഈ തിരുവനന്തപുരം ജില്ലക്കകത്താണോ? എവിടെയാ? നമ്മൾ പുറത്തെല്ലാം ചെയ്തിട്ടുണ്ട്. കൊല്ലം, എറണാകുളം, അങ്ങോട്ടെല്ലാം നിങ്ങളുടെ സർവീസ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കാരണം ഈ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള എല്ലാ ഏരിയയിലും പല ഈവൻസിനുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലും എത്തത്തില്ല ചില സമയത്ത്. ഇവിടെ എല്ലാം കറക്റ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ കണ്ടു, എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ്.
അപ്പോൾ എല്ലാ ടേബിളിലും ആളുണ്ട്. അത്രയും നല്ല സർവീസാണ്. ഇവരുടെ സർവീസ് പറഞ്ഞു കേട്ടല്ലോ, എല്ലാ സ്ഥലത്തും ഉണ്ട്. കൊല്ലം, തിരുവനന്തപുരം, എങ്ങോട്ട് വേണേലും അവർ പോയി ചെയ്യും. അത്രയും നല്ല ഡിസിപ്ലിനായിട്ട് ചെയ്യുന്ന അടിപൊളി ഈവൻസ് ആണ്. അപ്പോൾ എത്ര നാളായി ഈ സർവീസ് തുടങ്ങിയിട്ട്? ഈ ഈവൻസ് 2010 നമ്മൾ തുടങ്ങുന്നത്. 2010 ഏകദേശം 16 വർഷമാറായി. അപ്പോൾ എത്ര പേർക്കുള്ള നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ലേ? എത്ര പേർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും? ഇപ്പം നമുക്കിപ്പം 15 മുതൽ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോയേട്ടാ. നോക്കേ, ഇവിടെ കൊണ്ട് തീർന്നില്ല. ഇനി ഇവരുടെ ഔട്ട്ഡോർ സർവീസ് ഒന്ന് നോക്കി. ഇത് ഇവരുടെ സ്പെഷ്യൽ നൂഡിൽസ് ആണ്. ഈ സീറ്റ്സ് ഒക്കെ അവർ ലൈവ് ആയിട്ടാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. എന്തൊക്കെ കഴിക്കുമെന്ന് തന്നെ നമുക്കറിയത്തില്ല കേട്ടോ. മധുരമാണ് അധികം കഴിക്കാൻ പറ്റത്തില്ല. എന്നാലും ഇത് കണ്ടപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. കുറച്ച് മതിയേ. അതുപോലെ തന്നെ പോപ്കോൺ ഉണ്ട്, കണ്ടില്ലേ? അടിപൊളി പോപ്കോൺ ഉണ്ട്. അതുപോലെ തന്നെ ഡെസേർട്ട് ചോക്ലേറ്റ് ഉണ്ട്. ഡെസേർട്ട് ചോക്ലേറ്റ് എൻ്റെ നേരെ ബാഗിലായിട്ടാണ്. ഡെസേർട്ട് ചോക്ലേറ്റ് ഉണ്ടല്ലേ, അതുമുണ്ട്. പിന്നെ ഐസ്ക്രീം ഉണ്ട്, പല വെറൈറ്റിയിലുള്ള ഐസ്ക്രീംസ് ഉണ്ട്. അവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. എല്ലായിടത്തും ഉണ്ട്, എന്നാലും പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. എല്ലാം കൊണ്ട് കൺഫ്യൂഷൻ. ഇതാ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ബട്ടർ ബണ്ണ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ബട്ടർ ബണ്ണൂടെ കഴിക്കാം. പിന്നെ ചായയിലൂടെ കഴിക്കാനുള്ള പലഹാരങ്ങൾ. അതുമാത്രമല്ല, തിരുവനന്തപുരത്തിൻ്റെ ട്രെൻഡായി മാറിയ പഴംപൊരിയും ബീഫും. അടിപൊളി കാഴ്ച. പഴംപൊരിയുടെ സ്പെഷ്യലിസ്റ്റാണ്. പേരെന്താണ്? അനന്തു അല്ലേ? പഴംപൊരി ബീഫ് സ്പെഷ്യലിസ്റ്റാണ്. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയതിനു ശേഷം നമ്മൾ പിന്നെ അന്വേഷിക്കുന്നത് കട്ടനാണ്. ഇതാ വെറൈറ്റി കട്ടനുകൾ. ഏതൊക്കെയാണ് ഇതൊക്കെ? ഗ്രീൻ ടീ, ചുക്ക്, പൈനാപ്പിൾ. അപ്പോൾ ഒരു കട്ടനൊക്കെ കുടിച്ച് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടി ആയാലും എന്തെങ്കിലും ഒരു മിനി ഫംഗ്ഷൻ ആയാലും ഇവർ വന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ.